ഏജന്റുമാരുമായി യൂട്യൂബർ ജ്യോതി മൽഹോത്ര നിരന്തരം ബന്ധപ്പെട്ടു. പാക് ഏജന്റുമാർക്ക് വളരെ കാലമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുകയും അവരുമായി പതിവായി ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ഹിസാർ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജ്യോതിയുടെ ചാരപ്രവർത്തനങ്ങളെക്കുറിച്ച് അക്കമിട്ട് നിരത്തുന്നുണ്ട്. ജ്യോതി നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ 2500 പേജുള്ള കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് ഹിസാർ പോലീസ് പ്രാദേശിക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ISI ഏജന്റുമാരുമായി ജ്യോതി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നത് സംബന്ധിച്ച രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏറെക്കാലമായി ഇവർ ചാരവൃത്തി തുടരുകയായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച 2500 പേജുകളുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ എഹ്സാനുർ റഹീം എന്ന ഡാനിഷ് അലിയുമായി ജ്യോതി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ കണ്ടെത്തിയതായും ഷാക്കിർ, ഹസൻ അലി, നാസിറുദ്ദീൻ എന്നീ ISIക്കാരുമായും ഇവർ ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 2023 നവംബർ മുതൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായിരുന്നു ഡാനിഷ്. ചാരവൃത്തിയിലേർപ്പെട്ടെന്നാരോപിച്ച് മെയ് 13-ന് ഡാനിഷിനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നവരുമായി ജ്യോതി ബന്ധപ്പെട്ടുവെന്നും കുറ്റപത്രത്തിലുണ്ട്. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മെയ് 16-നാണ് അറസ്റ്റിലായത്. യൂട്യൂബിൽ 3.7 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ 1.32 ലക്ഷം ഫോളോവേഴ്സും ഉണ്ടായിരുന്ന ട്രാവൽ ബ്ലോഗറാണ് ജ്യോതി. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ജ്യോതി പാകിസ്ഥാന് കൈമാറിയതായാണ് ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഇവർ ശ്രമിച്ചിരുന്നു. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവും ഇതിനിടെ വിവാദമായി. ജ്യോതി കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമാണെന്ന വിവരാവകാശ രേഖകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, News 18.